السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖുർആനിലെ 13-ാം അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ പറയുന്നത് ലികുല്ലി അജലിൻ കിതാബ്, ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രമാണ ഗ്രന്ഥമുണ്ട് അഥവാ വേദഗ്രന്ഥമുണ്ട് എന്നാണ്. സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്ന് ഈ വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാരിലൂടെയാണെന്ന് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 136-ാമത്തെ വചനത്തിൽ നിന്നും 2-ാം അധ്യായത്തിലെ 213-ാമത്തെ വചനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ എത്ര വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറയുക സാധ്യമല്ല. 4 വേദഗ്രന്ഥങ്ങളുടെ പേര് മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകിയ തൗറാത്തും, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിക്ക് നൽകിയ ഇഞ്ചീലും, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിക്ക് നൽകിയ സബൂറും, ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകിയ ഇഞ്ചീലും, അന്ത്യപ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനുമാണവ. ഇവയിൽ വിശുദ്ധ ഖുർആൻ ഒഴികെ അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ അതിൻ്റെതായ രൂപത്തിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. അതുപോലെ തന്നെ മതവേദ ഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ദൈവിക ഗ്രന്ഥങ്ങളൊന്നും തന്നെ പൂർണ്ണമായി ദൈവിക വചനങ്ങളുമല്ല. അതിൽ മനുഷ്യനിർമ്മിത വചനങ്ങളും അശാസ്ത്രീയ പരാമർശങ്ങളും അസത്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അതിൽ മനുഷ്യനിർമ്മിത വചനങ്ങളോ അശാസ്ത്രീയ പരാമർശങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉൾക്കൊള്ളുന്നില്ല. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ദൈവിക വചനമാണെന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നടത്തിയ വെല്ലുവിളിയാണ്. എന്താണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നടത്തിയ വെല്ലുവിളി എന്നറിയണമെങ്കിൽ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ഉപദ്വീപായ മക്കയിലാണ് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത്. അന്ന് മക്കയിലെ ജനങ്ങൾ വിവിധ ഗോത്രങ്ങളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. സർവ്വലോക സട്ടാവായ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഉപരിലോകത്ത് നിന്ന് വെള്ളമിറക്കി തന്ന് കായികനികൾ മുളപ്പിച്ചു തന്ന് ആഹാരം നൽകുന്നതും സട്ടാവ് അള്ളാഹുവാണെന്ന് അവർക്കറിയാമായിരുന്നു. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആപൽഘരമായ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പർവ്വതം കണക്കെയുള്ള തിരമാലകൾ വന്ന് അവർ അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ സൃഷ്ടാവായ അള്ളാഹുവിനോട് മാത്രമായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ അള്ളാഹുവിന് പുറമെ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ തുടങ്ങിയ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇവർ തങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരും തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ ശുപാർശ നടത്തുന്നവരാണെന്ന് അവർ വാദിക്കുകയും ചെയ്തു. അതിനു പുറമെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഉൾപ്പെടെ മറ്റു ഒരുപാട് വിഗ്രഹങ്ങൾ വേറെയും അവർക്കുണ്ടായിരുന്നു. കൂടാതെ വൈവാഹിക ജീവിതത്തിൽ യാതൊരു ക്രമവും അവർക്കുണ്ടായിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരസ്പരം യുദ്ധം ചെയ്തിരുന്നു. എത്ര സ്ത്രീകൾ വേണമെങ്കിലും വിവാഹം കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും വിവാഹമോചനം നടത്താം. പെൺകുഞ്ഞ് പിറക്കുന്നത് അവർക്ക് അപമാനമായിരുന്നു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടാൻ അവർക്ക് മടിയില്ലായിരുന്നു. മദ്യം അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ മുഖ്യ വരുമാനം കച്ചവടമായിരുന്നു. മണൽക്കാടുകളിൽ പതിഞ്ഞിരുന്ന് കച്ചവടം കഴിഞ്ഞ് കൊള്ളയടിച്ച് ഉപജീവന മാർഗം നടത്തുന്നവർ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പലിശ സമ്പദ്ഘടനയുടെ ഭാഗമായി തീർന്നു. പലിശ വകയിൽ ധനം സമ്പാദിച്ചവർ ആഡംബര ജീവിതം നയിച്ചു. പാവപ്പെട്ടവൻ പീഡിപ്പിക്കപ്പെട്ടു. മനുഷ്യരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന അടിമ സമ്പ്രദായം അവരിലുണ്ടായിരുന്നു. അങ്ങനെ ജീർണതയുടെ സാമൂഹികമായും സദാചാരപരമായും ധാർമ്മികമായും ജീർണതയുടെ മൂർധന്യത്തിലായിരുന്നു അറേബ്യൻ ജനത. എന്നാൽ ആ കാലഘട്ടങ്ങളിലും അവർക്കിടയിൽ സത്യസന്ധരായ അല്പം ചില ആളുകളും ഉണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ, കരാർ പാലനം, വഴിയാത്രക്കാരെ സഹായിക്കൽ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യൽ തുടങ്ങിയ നല്ല ഗുണങ്ങളും അവരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറേബ്യയിലെ പ്രശസ്തരായ പ്രഗത്ഭരായ കവികൾ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അറേബ്യൻ കവിതകൾ ഇന്നും അറേബ്യൻ സാഹിത്യത്തിൽ അമൂല്യ രത്നങ്ങളാണ്. ഹമ്മുറാബി ചക്രവർത്തിയുടെ ശാസനങ്ങൾ മുതൽ മുഅല്ലഖാത്ത് എന്ന് വിളിക്കപ്പെടുന്ന കാവ്യങ്ങൾ വരെ അതിന് ഉദാഹരണമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കിടയിൽ അനാഥനായി ജനിച്ചു വളർന്ന് അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് വിശുദ്ധ ഖുർആൻ ലോകം ശ്രമിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ളപ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത്. അന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ വിയോഗത്തിനിടക്കുള്ള 23 സംവത്സരങ്ങൾക്കുള്ളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അല്പാൽപമായും ചിലപ്പോൾ അല്പം ദീർഘമായും അവതരിച്ചു കിട്ടിയ അള്ളാഹുവിന്റെ വചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ 114 അധ്യായങ്ങളിലായി 6000-ൽ പരം സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. സൃഷ്ടാവ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിൽ പാലിക്കുക. അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റു വല്ലതിനെയും ആരാധിച്ചാൽ നമ്മുടെ നന്മകൾ മുഴുവൻ നിഷ്ഫലമാകുമെന്നും മരണാനന്തര ജീവിതത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനാകുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നു.
ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം സത്യാസത്യ വിവേചനത്തിലുള്ള മാനദണ്ഡമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ കൽപ്പിച്ചതെല്ലാം നന്മയും അതിൽ വിരോധിച്ചതെല്ലാം തിന്മയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ വിധിവിലക്കുകൾ പാലിക്കുക, അള്ളാഹുവിനെ പുറമെ മറ്റൊന്നിനെ ആരാധിക്കാതിരിക്കുക, മനുഷ്യരോട് നന്ദി കാണിക്കുക, പലിശ വാങ്ങാതിരിക്കുക, അനാഥരെയും അഗതികളെയും സഹായിക്കുക, അതുപോലെ മോഷ്ടിക്കരുത്, വഞ്ചിക്കരുത്, കളവ് പറയരുത്, ചൂതാട്ടം നടത്തരുത്, ദൂർത്തടിക്കരുത്, അളവ് തൂക്കലിൽ കൃത്രിമം കാണിക്കരുത്, അഗതികളെയും അനാഥരെയും വഞ്ചിക്കരുത്, നിരപരാധിയ ഒരു മനുഷ്യരെയും ഒരു കാരണമില്ലാതെ വധിക്കരുത് തുടങ്ങിയ ഒരുപാട് വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് തുടർന്നു വരുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നു. കൂടാതെ പ്രവാചക കഥനങ്ങൾ, ചരിത്രപാഠങ്ങൾ, കുടുംബകാര്യങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, ശിക്ഷാ സമ്പ്രദായങ്ങൾ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലെ ഒരു സവിശേഷ സാഹിത്യ സങ്കേതമാണ് വിശുദ്ധ ഖുർആൻ. ഗദ്യത്തിനും പദ്യത്തിനും മധ്യയുള്ള ഒരു സവിശേഷ ശൈലി. വിശുദ്ധ ഖുർആനിന്റെ ശൈലിയും ഭാഷയും സാഹിത്യമെല്ലാം അതുല്യമാണ്, അനുകരണത്തിന് അതീതമാണ്. അതിലെ ഓരോ പദവും അതിന്റെ അർത്ഥവും പൂർണ്ണമാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ദൈവികത മനസ്സിലാക്കി ചിലർ വിശ്വസിച്ചു, മറ്റു ചിലർ അവിശ്വസിച്ചു. തങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾക്കെതിരാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്ന് മനസ്സിലാക്കിയ അവിശ്വാസികൾ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളിൽ നിന്ന് കേട്ടുപഠിച്ച് കെട്ടിയുണ്ടാക്കിയതാണെന്നും അതല്ല അദ്ദേഹത്തിന് മാരണം വാദിച്ചതിന്റെ പേരിലാണ് അങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ദൈവികതയെ നിഷേധിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിലെ 78-ാമത്തെ വചനം അവതീർണമാകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ألا أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. നബിയെ പറയുക, ഈ ഖുർആൻ പോലെ കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലെ ഒന്നും അവർ കൊണ്ടുവരികയില്ല. അവരിൽ ചിലർക്ക് പിന്തുണ നൽകുന്നതായാൽ പോലും. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണെന്നാണ് അവരുടെ വാദമെങ്കിൽ ഇതിന് തുല്യമായ രചന നിർവഹിക്കാനായിരുന്നു അള്ളാഹു അവരോട് നടത്തിയ ഒന്നാമത്തെ വെല്ലുവിളി. സൃഷ്ടാവായ അള്ളാഹുവിന്റെ വെല്ലുവിളി നേരിടാൻ അന്നത്തെ അറേബ്യൻ ജനത തയ്യാറായി. അതിനുവേണ്ടി അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടി സദസ്സിൽ വെച്ച് ഖുർആനിന് തുല്യമായ രചന നിർവഹിക്കുവാൻ അവിടുത്തെ സാഹിത്യകാരന്മാർ അവർ തിരഞ്ഞെടുത്തു. പിന്നീട് നാളുകൾക്ക് ശേഷം ഓരോ സാഹിത്യകാരന്മാരും ഖുർആനിന് തുല്യമായ രചനകൾ ഉണ്ടാക്കിക്കൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടി. അവിടെ വെച്ച് അവർ എഴുതിയുണ്ടാക്കിയ വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ സദസ്സിലുള്ള മറ്റു സാഹിത്യകാരന്മാർ അവയൊന്നും തന്നെ ഖുർആനിന് തുല്യമായി ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനങ്ങളെ തള്ളിക്കളഞ്ഞു. അവസാനം ഖുർആനിന് തുല്യമായ ഒരു രചന നിർവഹിക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ അന്നത്തെ അറബി സാഹിത്യകാരന്മാർക്ക് കഴിയാതെ അവർ പരാജയം സമ്മതിക്കേണ്ടി വന്നു. എന്നാലും തങ്ങളുടെ പഴയ പല്ലവി അഥവാ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണെന്നുള്ള അവരുടെ പഴയ വാദം തുടർന്നുകൊണ്ടിരുന്നു. ആ വാദം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ അവതരിക്കുന്നു വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാതിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. അതല്ല അദ്ദേഹം അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കെട്ടിച്ചമച്ചതാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതുപോലുള്ള 10 അധ്യായങ്ങൾ ചമച്ചുണ്ടാക്കി നിങ്ങൾ കൊണ്ടുവരൂ. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിന് തുല്യമായ രചന നിർവഹിക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ ഒന്നാമത്തെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ സാധിക്കാതെ വന്നപ്പോൾ അള്ളാഹു വീണ്ടും അവരോട് ചോദിച്ചു, വേണ്ട, നിങ്ങൾ ഇതിന് തുല്യമായ 10 അധ്യായങ്ങൾ രചിച്ചുകൊണ്ടെങ്കിലും ഇത് മനുഷ്യനിർമ്മിതമാണെന്നുള്ള വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. ഖുർആനിന് തുല്യമായ 10 അധ്യായം ചമച്ചുകൊണ്ടെങ്കിലും അത് തെളിയിക്കാനുള്ള അള്ളാഹുവിന്റെ വെല്ലുവിളിക്ക്, ഖുർആനിന് തുല്യമായ 10 അധ്യായങ്ങൾ രചിച്ചുകൊണ്ടെങ്കിൽ അത് മനുഷ്യനിർമ്മിതമാണെന്നുള്ള വാദം തെളിയിക്കാനുള്ള അള്ളാഹുവിന്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ സമകാലികരായ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞില്ല. ഖുർആൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള അന്തിമ വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു മുഴുവൻ മനുഷ്യ സമൂഹത്തോടുമായി ഈ വെല്ലുവിളി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 23-24 വചനങ്ങളിൽ പറയുന്നു, وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ
فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലുള്ള അതോ വിശുദ്ധ ഖുർആൻ പോലുള്ള ഒരു അധ്യായം രചിച്ചുകൊണ്ടെങ്കിലും അത് മനുഷ്യനിർമ്മിതമാണെന്നുള്ള വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങൾക്കുള്ള സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നത്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയാണെന്ന് പരിഹസിച്ച ആ സമൂഹത്തോട് അള്ളാഹു ആദ്യമായി ചോദിച്ചത് ഇതിന് തുല്യമായ ഒരു രചന നിർവഹിക്കാനായിരുന്നു. അതിന് കഴിയില്ലെങ്കിൽ 10 അധ്യായം, അതിന് കഴിയില്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തോടായി അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് തുല്യമായ ഒരു അധ്യായം ചമച്ചുകൊണ്ടെങ്കിലും രചിച്ചുകൊണ്ടെങ്കിലും അത് മനുഷ്യ നിർമ്മിതമാണെന്നുള്ള വാദം തെളിയിക്കാൻ സാധിക്കുമോ എന്ന്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായമാണുള്ളത്. അതിൽ ഏറ്റവും ചെറിയൊരു അധ്യായം എന്ന് പറയുന്നത് 108ാമത്തെ അധ്യായമാണ്. അതിൽ കേവലം 3 വചനങ്ങളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ എന്നിങ്ങനെ അർത്ഥമുള്ള കേവലം 3 വചനത്തിന് തുല്യമായ രചന നിർവഹിച്ചുകൊണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്നുള്ള വാദം തെളിയിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ പോലും സാധിക്കുകയില്ല എന്ന് അള്ളാഹു 1400 വർഷങ്ങൾക്കുമുള്ള വെല്ലുവിളി എന്ന വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇന്ന് വരെ ലോകത്തുള്ള ഒരാൾക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളി ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. ഖുർആനിന്റെ ഭാഷ ഗഹനമായി പഠിച്ചുകൊണ്ട് ജൂതന്മാരും ക്രൈസ്തവരും ബഹുദൈവാരാധകരായ പണ്ഡിതന്മാരെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നടത്തി ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയുണ്ടായി, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെല്ലാവരും സർവ്വലോക സട്ടാവായ അള്ളാഹുവിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ എന്ന് പറയുന്നത് അത് നിർജീവമായ ഒരു സംസാര ഭാഷയല്ല, മറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളിൽ ഒരു സജീവമായ സംസാര ഭാഷയാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷ. അറബി സംസാരിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവർക്കാർക്കും തന്നെ സെട്ടാവായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നടത്തിയ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുമില്ല. കാരണം അത് സർവ്വലോക സെട്ടാവായ അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണെന്നതിന് തെളിവായിക്കൊണ്ട് ഇന്നും ഈ വെല്ലുവിളി ലോകത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് സർവ്വലോക സെട്ടാവായ അള്ളാഹുവിന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് തെളിവായിക്കൊണ്ട് ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയ്ക്ക് ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിക്കണം. അതിന്റെ ആ വിഷയമായി ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാവുന്നതാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.